ഇപ്പൊ നിൽക്കുന്നത് ഗോവ. ഗോവ കേട്ടിട്ടുണ്ടോ? ഗോവ ആദ്യമായിട്ട് ഉദ്ദേശിച്ചത് ഗോവ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോ ഗോവയിലാണ്. എന്റെ കൂടെ ആരും നോക്കൂ. We are from Kerala, Goa. ഹേ ഗായ്സ്, വെൽക്കം ടു ഗോവ ആൻഡ് വെൽക്കം ബാക്ക് ടു അമൂസിയൽസ് പാർട്ട് 2 വ്ളോഗ്. നമ്മുടെ ഐവിയുടെ പാർട്ട് 2 വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പാർട്ട് 1 കാണാത്തവർ നേരെ പോയി അത് വാച്ച് ചെയ്തിട്ട് വരിക. അപ്പോൾ ഇവിടെ എല്ലാണോ തലേ ദിവസത്തെ ഡാൻസിൻ്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയി കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ്. ഞാൻ മാത്രം നല്ല കുട്ടി. കറക്റ്റ് സമയത്ത് ഒരു 5 മണി 5:30 എന്തോ എണീറ്റു. ബാക്കി എല്ലാണവും കിടന്ന് ഉറക്കമാണ്. എന്ത് പിള്ളേരാണ്, രാവിലെയൊക്കെ എണീക്കണ്ടേ, എങ്കിലല്ലേ നല്ല കുട്ടികളാവുള്ളൂ. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഉറങ്ങണം കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അങ്ങനെ ഞാൻ എല്ലാവരെയും പോയി കുത്തിപ്പൊക്കി 1 by 1 ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചന്ദ്രവും വൈശാഖും എണീച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ ഞാൻ ടോർച്ച് കാണിച്ച് എണീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഫ്സലിനെ കുത്തിപ്പൊക്കി, പിന്നെ എബീനെ എണീപ്പിച്ചു. അങ്ങനെ എല്ലാവരും 1 by 1 ഞാൻ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദിത്യൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗോവയിൽ ഹോട്ടലിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറി, സമയമില്ലായിരുന്നു. പെട്ടെന്ന് നമ്മൾ ആക്ച്വലി ഒരു ഫ്രഷ് ആവാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി പെട്ടെന്ന് റെഡിയായി. പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നല്ലേ ഗോവ. യെസ്, അപ്പോൾ ഇവിടെ ഗോവയിൽ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് Breakfast at 11 മണി. അങ്ങനെ 11 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. നല്ല ഫുഡായിരുന്നു, എല്ലാ പ്രാവശ്യവും നല്ല ഫുഡായിരുന്നു. എനിക്ക് ആക്ച്വലി ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലാണ്. അപ്പോൾ പൊട്ട വെയിലത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് നട്ടുച്ചയ്ക്ക് തലയിൽ ഉച്ചിയിൽ വെയിലടിക്കുമ്പോൾ നമ്മൾ അഗോഡ ഫോർട്ട് കാണാൻ പോയത് ഗൈസ്. എന്ത് ചെയ്യാൻ, അവസാനം കോടയും തൊപ്പി എല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് നൊസ്റ്റു അടിച്ചു. കാരണം കറക്റ്റ് എന്തോ 10 വർഷം മുന്നേ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ വന്നേ. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ എനിക്ക് അന്നത്തെ ഓർമ്മയാണ് വന്നത്. അപ്പോൾ നമ്മുടെ ജെൻറ്റിൽമാൻ ഇവിടെ എനിക്ക് കുട പിടിച്ച് തരുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അഗോഡ ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഹലോ, അങ്ങനെ വേണം ജെന്റിൽമാൻ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല വെയിലായിരുന്നു. പിന്നെ ഇങ്ങനെ പയ്യെ ചുറ്റിയൊക്കെ കണ്ടു. വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കലത്തെ വെയിലായിരുന്നു. അത് ഈ സമ്മർ സീസൺ അടുപ്പിച്ച് ഗോവയിലൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. ഞങ്ങൾ ചിക്മംഗ്ലൂർ വെച്ച് ട്രാൻസാക്ഷൻ്റെ ബാക്കി എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഇത് ഇവിടെ വന്നിട്ടാണ് ബാക്കി എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഫുഡ് ഒരിക്കലും സ്കിപ്പാക്കില്ല. അപ്പോൾ എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും 3 നേരത്തെ ഫുഡ് നിങ്ങൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് കഴിക്കണേന്ന്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ നമ്മുടെ സ്റ്റേയിൽ പോയി. കാരണം പെട്ടെന്ന് നമ്മൾ റെഡി ആയിട്ട് ഇനി പൂളിലോട്ടാണ് പോകുന്നത്. പൂൾ കഴിഞ്ഞിട്ട് നേരെ നൈറ്റ് ലൈഫ് ആയിട്ട് ഗോവ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായി. ഞങ്ങളാരും കുളിച്ചു. സ്വിമ്മിംഗ് പൂളിന് പോകാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ടു. ഞങ്ങൾ നേരെ പൂളിലോട്ട് പോവാണ്. ഒരുമിച്ച് കുളിക്കാം. റൂഫ് ടോപ്പിലായിരുന്നു പൂള്. അവിടെ ചെന്നപ്പോൾ അതാ കാണുന്നത്, ആ പൂള് ഫുള്ള് അവന്മാർ കൈയടക്കി വെച്ചേക്കുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നോക്കിയിരുന്നു. അങ്ങനെ പൂളൊന്നും കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ കുളിക്കാൻ പോയി. കുളിച്ച് റെഡിയായി ഫൈനലി ഞങ്ങൾ നൈറ്റ് ലൈഫിൽ പോവാണ് ഗോവയിൽ. എന്ത് പറയാനാ, ഞാനിപ്പോൾ ഇതൊക്കെ കണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. സത്യം പറയാലോ. ആദ്യമായിട്ട് ഉദ്ദേശിച്ചത് ഗോവ ആദ്യമായിട്ടാണ് കാണുന്നത്. നൈസാണ് ഗോവ നൈറ്റ് ലൈഫ്. ഗോവ ഈസ് ഫോർ നൈറ്റ് ലൈഫ്. അപ്പോൾ എൻജോയ് ചെയ്യാൻ പോകണം ഗൈസ്. ഈ ബഹളത്തിനിടെ നീ സംസാരിച്ചാലും എത്ര കിട്ടുമെന്ന് എനിക്കറിയാം. പറയടാ, നീ ഉറക്കെ പറയടാ. എന്താണ് എവിടെ നിൽക്കണെന്നൊക്കെ പറ.
ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോവ കേട്ടിട്ടുണ്ടോ? ഗോവ എന്ന് പറയണ പോലെ ഗോവയിൽ നമ്മൾ നിൽക്കുന്നത് നോർത്ത് ഗോവ. നോർത്ത് ഗോവയിൽ ഒരു ഗോവ കാജു സ്വീറ്റ് ഷോപ്പിന് ഗോവ പറ്റിയ സ്ഥലമാണ്. മെയിൻ കൾപ്രിറ്റ്. ഗോവയിൽ ആക്ച്വലി ആ ടൈം എന്തോ ഒരു സ്പിരിച്വൽ ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഷോപ്പിങ്ങിന് പോവാണല്ലേ, എക്സ്പ്ലോറിംഗ് നൈറ്റ് ലൈഫ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ആദ്യം ബീച്ചിൽ പോവാണ്, ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ എന്തോ ബീച്ചിലാണ് നമ്മൾ പോണത്. സംഭവം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ അവരോട് ചുമ്മാ ഇപ്പം എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്, സ്പിരിച്വൽ ഫെസ്റ്റിവൽ നടക്കുകയാണ് ഫെബ്രുവരി 19 to 24 വരെ. അപ്പം എന്താണ് നമ്മൾ കടയൊക്കെ നേരത്തെ എന്തോ അടയ്ക്കും. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട്, നിൻ്റെ കൈ മാത്രമേ കിട്ടും, കണ്ടിട്ട് വന്നിട്ട് നമ്മൾ ബാക്കി ഷോപ്പിംഗ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസും അവിടെ എന്തോ കോൺസേർട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ബീച്ചിൽ പോവാണ്. കാലിങ്കട്ട ബീച്ച് അവിടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആക്ച്വലി ബാഗ ബീച്ചൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ടൈം തികഞ്ഞില്ല. ഞങ്ങൾ പൂളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ലേറ്റ് ആയില്ലേ, അതുകൊണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ ഇപ്പം നമ്മൾ ഗോവ ഒരു സ്പിരിച്വൽ ഫെസ്റ്റിവൽ നടക്കണല്ലേ ഇവിടെ. ആണാന്നല്ല, സ്പിരിച്വൽ ഫെസ്റ്റിവൽ. അപ്പൊ നമ്മള് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ കുറെ എന്തൊക്കെയോ ലൈറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പോയി ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് പോയി കണ്ടിട്ട് വരാം. സ്വാതിയുടെ വക ചെലവ് അമ്മൂസ് ടെയിൽസ് ബോട്ട്. ബൈ ബൈ. എടുത്തിട്ട് ശകനായിട്ടില്ല. വേസ്റ്റ് ബിൻ അല്ലേ. ഓൾസോ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പ്രോപ്പർ പ്ലാൻ ചെയ്തെങ്കിൽ നടന്നേ. ഇപ്പോൾ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് തിരിച്ച് നേരത്തെ നേരെ ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ളതാണ്. അതും കുറച്ചൊക്കെ നമുക്ക് കറങ്ങാൻ പറ്റുള്ളൂ, നേരെ ഷോപ്പിങ്ങൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ സംഭവങ്ങൾ കണ്ട് പയ്യെ ഓരോ സൈഡിൽ ഫോട്ടോ എടുക്കും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പിന്നെ ബീച്ചിൽ പോയി കുറച്ചെങ്കിലും നനയണമല്ലോ. മാസിനെ തിരിച്ചു വെച്ച് വീട് എടുക്കാൻ നോക്കില്ല. നമ്മളിപ്പോ ഗോവയിലാണ്. എന്റെ കൂടെ ആരും നോക്കൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ കാലൊക്കെ നനച്ചു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പിന്നെ ഹോട്ടലിലോട്ട് പോകും. അങ്ങനെ സമയമായി, നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനൊന്നും അധികം സമയമില്ല. കുറച്ച് നേരം ഇവിടെ നിന്ന് നേരെ തിരിച്ചു. ഇവിടെ ഇവിടെ സ്പിരിച്വൽ ഫെസ്റ്റിവൽ സംതിങ് എന്തോ നടക്കുകയാണ് ഗോവ. എന്തോ എന്താ ഗൈസാണ് ഗൈസ്, സംസ്കൃതി ദർശൻ. ഓക്കെ, അതായത് വീഡിയോ ഇതൊക്കെ വീഡിയോ എടുക്കൂ. ഒരു വ്ളോഗറാണ് പറഞ്ഞത് ഗൈസ്, ഒരു തേങ്ങയും ചെയ്യത്തില്ല. ഒരു ഐക്യ ഫോണുള്ളവനാണ് പിറകെ ഫോട്ടോ എടുത്തോണ്ട് പറഞ്ഞത്. അതെങ്കിലും ചെയ്തു വെച്ചാൽ അതും ചെയ്യത്തില്ല, മനസ്സിലായി? അല്ല പറ രേഷ്മ, ഹിന്ദി കൊള്ളൂല്ല ഈ വ്ളോഗറൊന്നും. നമുക്ക് വേറെ വ്ളോഗർ വേണം പ്ലീസ്. ഈ വ്ളോഗർ എന്ന് പറയുന്നത് സ്വാതി വിഷയമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ? കൃഷ്ണൻ അല്ല, രാമൻ മണ്ണേ അത്. നമ്മളെ വിളിക്കുകയാണ് ബസ് പോയിട്ട്. അപ്പോൾ തിരിച്ച് സ്റ്റേയിൽ വന്നു. ഇവിടെ നമ്മൾ പാക്ക് ചെയ്താണ് ഫുഡ് വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ എടുത്തു. ഫുള്ള് കഴിക്കാനൊന്നും പറ്റിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് എക്സ്ട്രാ ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഷോപ്പിംഗ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ നമുക്ക് പെർമിഷൻ തന്നുള്ള ടീച്ചറിനെ വിളിച്ചുകൊണ്ട് പോയി ഷോപ്പിങ്ങിന് പോയി.
അപ്പോൾ ഇവിടെ രേഷ്മ ചന്ദ്രനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ചന്ദ്രയുടെ പ്രാങ്ക് ചെയ്താലും എങ്ങനെയാണ് ലബൂബ് ഫേമസ് ആയ? എങ്ങനെയാണ് ലബൂബ് ഫേമസ് ആയ? ഇതാണോ? ഇതാണ് ലബൂബ് പറഞ്ഞൂടെ? ദിസ് ഇസ് ലബൂബ്. ഇതെങ്ങനെ ഫേമസ് ആയെന്നറിയോ? ബ്ലാക്ക് പിങ്കിലുള്ള ലിസേനറിയോ? ലിസയുടെ ഫേവറേറ്റ് പെറ്റ് എന്ന് വെച്ചപ്പോൾ ലബൂബ് എന്ന് പറഞ്ഞത്. ആക്ച്വലി ഇതെന്താണെന്നറിയോ? ഇത് ആക്ച്വലി ഇതൊരു ബാഡ് ഒമൻ കൊണ്ടുവരുന്ന പെറ്റാണ്. പക്ഷേ ലിസയുടെ ഫേവറേറ്റ് പെറ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും ഇത് മേടിച്ചു തുടങ്ങി. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇത് ഒറിജിനൽ അല്ല, ഒറിജിനൽ 15-20K ആണ്. യെസ്. തിരിച്ച് വരണ വഴിക്ക് ഒരാൾ നമ്മുടെ സായിനെ പെടുത്തിയിരിക്കുകയാണ്. ആക്ച്വലി ആദ്യത്തെ പിടിയിപ്പിച്ചതാണെന്ന് പറയാൻ പറ്റും. ഒരു എയർപോർട്ട് എന്തോ 800 റുപ്പീസിനെന്ന് പറഞ്ഞു. ആക്ച്വലി അത് കൂടുതലായിരുന്നു പറഞ്ഞത്. പിന്നെ പോകാൻ നിന്നപ്പോൾ പറഞ്ഞു കുറച്ച്, അങ്ങനെ അവസാനം അത് മേടിച്ചു. അവൻ പെട്ടിരിക്കുകയാണ് ഇവിടെ എയർപോർട്ട് വാങ്ങിക്കാൻ. പെടിയിച്ചതാണ് ഇവൻ. എന്താ മേടിക്കേണ്ട നിവൃത്തിയില്ലാണ്ട് വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ സായി ഇവിടെ ഇത് മേടിച്ചിരിക്കുകയാണ് ഗൈസ്. അവൻ പെട്ടത് മാത്രമല്ല, അവൻ പിന്നെ ചന്ദ്രനെ വിളിച്ച് അതിന് ചന്ദ്രനും പെട്ടത് ഗൈസ്. അയ്യോ ആൻറ്റി അയക്കല്ലേ. ആൻഡ് ഫൈനലി ഞങ്ങൾ ഉറങ്ങിപ്പോയി ഗൈസ്. നല്ല ലേറ്റ് ആയിപ്പോയി. അതിനുശേഷം നേരെ രാവിലെ എണീച്ചു. ഇതായിരുന്നു രാവിലത്തെ ഫുഡ്. നല്ല ഫുഡായിരുന്നു, നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഉറക്കക്ഷീണം കാണാനുണ്ട്. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി ലേറ്റ് ആയില്ലേ. ആൻഡ് ദിസ് ഇസ് ഡേ 2 അറ്റ് ഗോവ. ആൻഡ് ഉച്ച വരെ ഞങ്ങൾ ഗോവയിൽ കാണും. ഉച്ചയ്ക്ക് ഞങ്ങൾ നേരെ തിരിക്കും. നെക്സ്റ്റ് ഡേ നമ്മുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റാണ്. അപ്പം ഗോവയിലെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. പിന്നെ മാക്സിമം എൻജോയ് ചെയ്യണം. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്തൊരു ബീച്ചിലോട്ടാണ് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത ഓൾഡ് ഗോവ ചർച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ മാറ്റി ഞങ്ങൾ നേരെ ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത്. നമുക്ക് ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട്. കാരണം പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകുന്നതിനേക്കാൾ ബെറ്റർ കുറച്ച് സമയം ഒരു സ്ഥലത്ത് നിൽക്കില്ല. അങ്ങനെ ഞങ്ങൾ കോൾവ ബീച്ചിൽ വന്നു. കോൾവ ബീച്ചിൽ വേണ്ടിയിട്ട് നമുക്ക് എന്തുവാ സമയമില്ല. നേരെ ഷോപ്പിംഗ് പിന്നെ ബാക്കി ഈ റീൽ എൻ്റെ ചാനലിൽ അപ്ലോഡിലാണ് ഗൈസ്. ഇപ്പോൾ 2 വാച്ച് ചെയ്തിട്ട് റീൽ എടുക്കാൻ വേണ്ടി നമ്മൾ കുറേ റീൽസ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ സമയമില്ല. അങ്ങനെ പെട്ടെന്ന് നമ്മൾ റീൽ എടുത്തതാണ്. ആക്ച്വലി ചന്ദ്രു പറഞ്ഞു തന്നൊരു ഐഡിയ ആയിരുന്നു. ഇവനാണെങ്കിൽ എടുക്കാൻ വരുന്നില്ല, എക്സ്പ്രഷൻ വരുന്നില്ല. മറ്റേ ബാഹുബലി കല്ല് ചുമന്നുകൊണ്ട് പോകുന്ന പോലെയായിരുന്നു സംഭവം. റീൽ എടുത്ത് വന്നപ്പോൾ ഒരു സേവ് ദ ഡേറ്റ് പോലെ ഉണ്ടായിരുന്നു. പിന്നീട് അറിഞ്ഞത് ചന്ദ്രു അയച്ചു തന്ന റീൽ ശരിക്കുള്ള സേവ് ദ ഡേറ്റ് ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഉള്ള കുറച്ച് സമയത്ത് നമ്മൾ പക്ഷെ നല്ല വീഡിയോ നല്ലതായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ക്യാമറമാൻ്റെ ചെരുപ്പൊക്കെ നനഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ നേരെ വിട്ടു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയം ഒട്ടും ഇല്ലായിരുന്നു. കുറേ നാളിന് ശേഷം ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്ന ആദ്യമാണ് കേട്ടോ ടൂറിൽ വന്നിട്ട്. ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, അയല മീൻ ഫിഷ് ഫ്രൈ ഉണ്ട്, മീൻ കറിയുണ്ട്, തോരനുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് 200 റുപ്പീസ് പണിഷ്മെന്റ് എഴുതിയിട്ടുണ്ട്. അത് കാരണം ഇവിടുത്തെ ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല. പക്ഷെ അവൻ കുത്തിക്കയറ്റി കഴിക്കേണ്ടി വന്നു. പിന്നെ നേരെ ട്രാവലിംഗ് ആയിരുന്നു. പിന്നെ വൈകിട്ട് അടുത്ത ഫുഡ്. ഞാൻ ഫുഡ് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇടയ്ക്ക് കുറേ ബസ്സിൽ നമ്മളിരുന്ന് ഉറക്കമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. മന്തിയായിരുന്നു ഫുഡ്. നല്ല ഫുഡായിരുന്നു. ബാക്ക് ടു ബസ് ഉറക്കമൊക്കെ ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കൊച്ചിയിൽ എത്തിയിരിക്കുകയെന്ന് എറണാകുളത്തായിരുന്നു ഞങ്ങളുടെ IV. ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിർത്തി. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഫ്രഷായി നേരെ അടുത്ത ഫുഡ് കഴിക്കാൻ. ഞാൻ എന്തോ ഈ വീഡിയോ ഫുള്ള് ഫുഡ് വ്ളോഗ് ആക്കുന്നതായിരിക്കും തോന്നുന്നു ബെറ്റർ. എല്ലാ കറിയായിട്ട് ഫുഡ് കഴിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ദോശ, അപ്പം, പുട്ട്, ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ ഇനി എല്ലാത്തിലും പറയുന്നത് നല്ല ഫുഡ്. കാരണം ആക്ച്വലി ഞങ്ങൾ ഈ ടൂറിൽ കിട്ടിയ ഫുള്ള് ഫുഡ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് കയറുവാണ്. ടെക് മാഗി മാഗിയില്ല, പക്ഷേ ഗുരുവിൽ നിന്നെല്ലാം പകർത്തിയെടുക്കുന്നത്. അതെ അതെ, അനുഗ്രഹം ഉണ്ടടാ. നോർമൽ ലുക്കിട്ട് എന്ത് പിള്ളേരാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടുത്തെ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്തു. അവിടെ വെച്ച് നമ്മൾ റീലിൻ്റെ ബാക്കി എടുക്കണമല്ലോ. അങ്ങനെ അതെടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും ബാക്ക് ടു ട്രാവലായിരുന്നു. അടുത്ത ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി. ഞാൻ പറഞ്ഞു അടുത്ത കഴിഞ്ഞത് ഫുഡ് വ്ളോഗ് ആക്കുന്നതായിരിക്കും ബെറ്റർ. നല്ല ഫുഡായിരുന്നു.
അങ്ങനെ ടൂർ ഒഫീഷ്യലി അവസാനിക്കുകയാണ് ഗൈസ്. അപ്പം ഈ ദിവസം രാത്രി ഞങ്ങൾ തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പം നമ്മുടെ ടീച്ചേഴ്സും ഞങ്ങളെല്ലാവരും റിവ്യൂ പറയുകയാണ്. ഭംഗിവാക്കായിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്, അതിൽ നിന്ന് മാറി നമ്പർ ആവുമെന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നത് ഒരു 24 പേരടങ്ങുന്ന ഒരു ഫാമിലി പോലെ ആയിരുന്നു ഇവിടെ. പ്രത്യേകിച്ച് എനിക്ക് ആദ്യമായി നന്ദി പറയേണ്ട ആൽബിനോടാണ്. കാരണം നമ്മുടെ ക്ലാസ് റെപ്പ് 34 പിള്ളേർ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സംഭവമാണ്. ഇനി പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ടൂർ കോർഡിനേറ്റേഴ്സ് ആണ് നിങ്ങളുടെ അക്ഷയും എബി, നിങ്ങളുടെ സ്വന്തം അക്ഷയും സ്വന്തം എബിയും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ തന്നെയാണ്. ഒരു ടൂർ കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് അനുഭവിക്കുന്ന ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളുണ്ട്. കാരണം ഓരോ കുട്ടികളും ഓരോ നേച്ചറിലുള്ളതാണ്. നമ്മുടെ പുണ്യാളൻ ടൂർ പാക്കേജസിലെ ആൽബിനെയാണ് ആദ്യമേ ഞാൻ നന്ദി പറയുന്നത്. കാരണം ഞാൻ ആദ്യം ഈ ടൂർ പാക്കേജിന്റെ ഇറ്റിനററി കണ്ടപ്പോൾ ഞാൻ ടീച്ചറിനോട് തന്നെ പറഞ്ഞു, ഒരു വാട്ടർ ആക്ടിവിറ്റി പോലും ഇല്ലാത്ത ഒരു ടൂർ പാക്കേജ് എന്താണ് ടീച്ചറെ എന്ന് ഞാൻ ചോദിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ടൂർ ഉടനെ വന്നതല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ ഒറ്റ വാക്കിൽ പറയും. പിന്നെ നിങ്ങളുടെ കൂടെ വന്ന ടീച്ചറിനെയാണ് നിങ്ങൾ കണ്ടാണ്, നിങ്ങൾക്ക് ഒരു ഫെയർ ആൻഡ് ലവ്ലി ഗ്ലോ ഉള്ള ടീച്ചറിനെ നിങ്ങൾക്ക് ടൂറിന് വേണ്ടി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ടൂറിലൂടെ എല്ലാവരുമായിട്ടും അടുത്തു ഗൈസ്. ഈ 3 വർഷം ഒരുമിച്ച് പഠിച്ചെങ്കിൽ ഈ ടൂറിൽ 6 ദിവസം ഇറ്റ് വാസ് സോ സ്പെഷ്യൽ. ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കുറേ ദിവസങ്ങളായിരുന്നു അത്. എല്ലാവരുമായിട്ടും നല്ല ബോണ്ടായി, നല്ല കമ്പനിയായിരുന്നു. എല്ലാവർക്കും അസലും വിഷമമായിരുന്നു ഇറങ്ങാൻ നേരത്ത്. ആൻഡ് ഫൈനലി ഡാൻസ് കൊട്ടിക്കലാശം കഴിഞ്ഞ് ഞങ്ങൾ വീടത്തിരിക്കുകയാണ്. അപ്പോൾ അഫ്സലിനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇവിടെ ചെടി, ചക്ക, പിന്നെന്തൊക്കെയുണ്ട്, പാട്ട്, എല്ലാം മാച്ചായി 2 ആൾക്കാരെ കിട്ടി. ആൻഡ് ദിസ് ഇസ് ഇറ്റ് ഗൈസ്. ഞങ്ങളുടെ കോളേജിലെ ഐവി അങ്ങനെ ഇവിടെ എൻജോയ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.